കൊച്ചി ചെല്ലാനം കണ്ടക്കടവിൽ ചുഴലിക്കാറ്റിൽ വീട് തകർന്നു പോയവർക്ക് 24ന്റെ കൈത്താങ്ങ്. മേൽക്കൂര തകർന്ന 3 വീടുകൾ 24 ഉടൻ പുനർനിർമ്മിക്കും. ബുദ്ധിമുട്ട് മനസ്സിലാക്കി സഹായിച്ചതിന് വളരെ നന്ദിയുണ്ടെന്ന കുടുംബം ഈ 3 കുടുംബങ്ങളും പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. വളരെ നന്ദി, അതിന് നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും SKനോട് തീർത്തും നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസ്ഥയിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് അങ്ങനെ ഒരു വാക്ക് തന്നത്. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇതിപ്പോൾ മെയിൻറ്റെയിൻസ് ചെയ്യാനാണ്, ഞങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനാണ് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. കാരണം ഞങ്ങൾക്ക് ഒരാൾ വേലയെടുത്തിട്ട് പിള്ളേരെ പഠിപ്പിക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇതിങ്ങനെ വരുന്നത് നമുക്ക് മനസ്സിൽ പോലും അത് വിചാരിക്കാനോ ഉൾക്കൊള്ളാനോ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു ശക്തമായ ചുഴലിക്കാറ്റിൽ 3 വീടുകൾ തകർന്നു പോയത്. ചെല്ലാനത്ത് നിന്ന് ആൻമരിയ സണ്ണി തത്സമയം ചേരുന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്. അവരുടെ ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു സമയമാണല്ലോ ഈ പ്രഭാതം. പ്രഭാതത്തിൽ നമുക്കും അഭിമാനമുണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ. ഒരു കൈത്താങ്ങായി നമ്മൾ വരുന്നു എന്നറിയുമ്പോൾ ആ വീട്ടുകാർക്കും സന്തോഷമായി അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ രാവിലെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ചെല്ലാനക്കാരുടെ ദുരന്തങ്ങൾ നമ്മൾ ഇതിന് മുൻപായിട്ട് കുറേ നമ്മൾ കേട്ടതാണ്. അവരുടെ എത്രത്തോളം ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത് എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ ടെട്രാപോഡുകളുടെയൊക്കെ നിർമ്മാണം വന്നതിന് ശേഷം അവർ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. പെട്ടെന്നൊരു കാറ്റ് വരുന്നു, ഒരു സുപ്രഭാതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നു, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ SKN ഒരു വാക്ക് നൽകുന്നു, അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ളൊരു വാക്ക് നൽകുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവരുടെ ഓരോരുത്തരുടെയും പ്രതികരണം നമുക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ തകർന്ന വീടുകളിൽ ഒരു വീട്ടിലാണ്. 3 വീടുകളാണ് മുഴുവനായിട്ടും ഒട്ടും താമസിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു കിടക്കുന്നത്. അതിൽ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചേട്ടാ, നിങ്ങളുടെ ഒരു സങ്കടത്തിൽ നമ്മളും പങ്കാളികളാവുകയാണ്, നിങ്ങൾക്ക് വീട് വെച്ച് നൽകുകയാണ്. വളരെയധികം സന്തോഷം SKN സാർ. ഞങ്ങൾക്കിത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. ചേച്ചി എന്താ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു സമയത്ത് കരയല്ല ചെയ്യേണ്ടത്, ചിരിക്കണം. ഞങ്ങൾക്ക് സന്തോഷമായി കേട്ടപ്പോൾ. ഞങ്ങൾക്ക് ഒരുപാട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. SK, നമുക്ക് ഇവരോട് കൂടുതൽ സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്കും സങ്കടമാകും. കാരണം നമ്മൾ വന്ന സമയത്ത് ഈ വീട്ടിൽ ഈ കാര്യം അറിയിക്കുന്നതിന് വേണ്ടി വന്ന സമയത്ത് ഒരു വീട്ടിലൊരു കൊച്ചും കൂടി ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു. അവനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് വന്ന കണ്ണീരൊരു സന്തോഷം നമുക്ക് ഒരിക്കലും ഈ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം അഭിമാനം ഉണ്ടാകും എന്ന് കാണിക്കുന്നതായിരുന്നു. നമ്മളെ ഈ രാത്രി 2 മണിക്കാണ് ഇത് നടക്കുന്നത്. ഈ രാത്രി 2 മണിക്ക് ഈ കാര്യം കൃത്യമായി നമ്മളെ വിളിച്ചറിയിച്ച് രാവിലെ നമുക്കിവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നത് ഇവിടുത്തെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ജിനു ആണ്. ജിനു, 24 നിങ്ങളുടെ ഒപ്പമുണ്ട്. നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഞങ്ങളിപ്പോൾ കേട്ടത്. ഇന്നലെ ഒരു 2 മണിക്കാണ് നമ്മുടെ ഇങ്ങനൊരു ദുരന്തം ഇവിടെ നടന്നു എന്നുള്ളത് അറിയുന്നത്. ഞാൻ ഈ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഉടനെ തന്നെ നമ്മൾ ഈ വിവരം ആദ്യം 24 അറിയിക്കുകയും ഇന്നവരെത്തുകയും ചെയ്തു. വളരെയധികം ദുഃഖത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ ടോണിച്ചേൻ്റെ വീട്ടിലും അതുപോലെ തന്നെ മറ്റു വീടുകളിലും ഞാൻ പോയത്. അപ്പോൾ SKN ഇങ്ങനെ പൂർണ്ണമായും തകർന്ന വീടുകൾ വെച്ച് തരുമെന്ന് പറഞ്ഞത് ഒരു ജനപ്രതിനിധി രീതിയിലും അതിനേക്കാൾ ഉപരി നാട്ടുകാരെന്നുള്ള രീതിയിലും ഈ ദുരന്തം നേരിൽ കണ്ടൊരു വ്യക്തി എന്ന രീതിയിലും വളരെയും സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പ്രാർത്ഥനയും പിന്തുണയും 24-നും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങളുടെ കഷ്ടപ്പാടും വേദനയും അറിഞ്ഞുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ വന്ന ഈ ഒരു സഹായത്തിന്, ചെയ്തൊരു സഹായത്തിന് എല്ലാ രീതിയിലും നിങ്ങളോട് നന്ദി പറയുകയാണ്. ഈ വാക്കുകൾ തന്നെയാണ് SKN ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനോടകം തന്നെ നമ്മൾ ലൈവ് കഴിഞ്ഞ് ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ 24 കണക്റ്റിൻ്റെ പ്രതിനിധികൾ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു, എന്നെ വിളിച്ചിരുന്നു. ഞാൻ ജിനുവിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജിനുവുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് അവർ കടക്കുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും SKN ചെല്ലാനത്തുകാർക്ക് ഏറ്റവും ആശ്വാസമുള്ള, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത തന്നെ അതിരാവിലെ വന്നതിൽ ഉള്ള സന്തോഷം അത് ഞാനും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.